സ്ത്രീകൾ വീട്ടുപണിയെല്ലാം മാറ്റിവെച്ച് ഒരു അടുക്കള പണിമുടക്ക് നടത്തിയാലുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ഒരൊറ്റ ദിവസമെങ്കിലും അങ്ങനെ നടന്നാലുള്ള അവസ്ഥ എന്താണല്ലേ? എങ്കിൽ നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊരു സമരമുറ തന്നെയുണ്ട്. കോട്ട സംഭവം എന്നറിയപ്പെട്ട കണ്ണൂർ കോട്ട കൂട്ടബലാത്സംഗം പുനരന്വേഷണത്തിന് വേണ്ടി ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം നടത്തിയ ഐതിഹാസിക സമരം. കേരള ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരേട്. തന്റെ ഭർത്താവടക്കം 5 പേർ ചേർന്ന് ഒരു 22-കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയപ്പോൾ ആ ഗ്രാമം ഒന്നടങ്കം സംഘടിച്ച് തങ്ങളുടെ സഹപ്രവർത്തകയുടെ നീതിക്ക് വേണ്ടി അടുക്കള പണിമുടക്ക് നടത്തിയ ചരിത്രം. കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയായ ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ കൊല്ലാടയാണ് അത്തരമൊരു സമരത്തിന് വേദിയായത്. 1993 കോട്ട സംഭവം എന്നറിയപ്പെട്ട കണ്ണൂർ കോട്ട കൂട്ടബലാത്സംഗം നടന്നത്. ഭർത്താവിനോടൊപ്പം കണ്ണൂർ കോട്ട കാണാൻ പോയതായിരുന്നു ആ 22-കാരി. അവളെ സംബന്ധിച്ച് തന്റെ നാടും വീടുമല്ലാതെ പുറം ലോകമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സാധാരണക്കാരി. അവൾക്കാകെ ഒന്നു മാത്രം അറിയാം: ഭർത്താവ് അങ്ങ് ബാംഗ്ലൂരിലെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അതിനപ്പുറം അവൾക്ക് ഒന്നും അറിയില്ല. ലീവിന് നാട്ടിലെത്തിയ ഭർത്താവ് അവളെയും അങ്ങ് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോവാമെന്ന് പറഞ്ഞപ്പോൾ അവൾ അന്ന് ഒരുപാട് സന്തോഷിച്ചു. ആ ഗ്രാമത്തിലെ നാട്ടുവഴികൾക്കപ്പുറം ഒരു വലിയ നഗരത്തിലെ പുതുജീവിതം അവൾ ഒരുപാട് ആശിച്ചു. അതിനപ്പുറം അവളുടെ പ്രിയപ്പെട്ടവന്റെ കൂടെയുള്ള ജീവിതവും. അങ്ങനെ അവർ ഒരുമിച്ച് ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു. കണ്ണൂരിൽ നിന്നായിരുന്നു ബസ് കയറേണ്ടിയിരുന്നത്. ബസ് വൈകുമെന്നറിഞ്ഞപ്പോൾ അവളെയും കൂട്ടി അയാൾ കണ്ണൂർ കോട്ട കാണാനായി തിരിച്ചു. ആ നിമിഷങ്ങളെല്ലാം അവൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തു പോകുന്നതും സ്ഥലങ്ങളൊക്കെ കാണുന്നതും എല്ലാം. അവൾ ആ നിമിഷം ഒരുപാട് സന്തോഷിച്ചിരുന്നു. പക്ഷേ ആ സന്തോഷമെല്ലാം കെട്ടടങ്ങാൻ നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു. മറ്റൊരുത്തന്റെ സുഖത്തിനു വേണ്ടി തന്നെ വിറ്റ് കാശാക്കിയ ഒരുവൻ, അതായിരുന്നു അവളുടെ ഭർത്താവ്. ആ യാഥാർത്ഥ്യം അറിഞ്ഞതോടെ തകർന്നു പോയിരുന്നു അവൾ. തന്റെ മാനം കവർന്നതിലുമപ്പുറം വേദന നൽകിയത് ആ വിശ്വാസവഞ്ചന കൂടിയായിരുന്നു. പരിചിതമല്ലാത്ത ആ 5 മനുഷ്യമൃഗങ്ങൾ അവളെ മാറി മാറി നോവിക്കുമ്പോൾ അതിലൊരുവൻ അവളുടെ ഭർത്താവുമായിരുന്നു. അന്ന് ആ വിവരം പുറം ലോകം അറിഞ്ഞപ്പോൾ അവളെ വേശ്യ എന്ന പട്ടം ചാർത്തിയായിരുന്നു സ്വീകരിച്ചത്. നാട്ടുകാരിൽ ചിലർ പറഞ്ഞത് അവൾ ലൈംഗിക തൊഴിൽ ചെയ്യാനാണ് പോയത് എന്നാണ്. ആണെങ്കിൽ തന്നെ ഒരു ലൈംഗിക തൊഴിലാളിയെ ബലാത്സംഗം ചെയ്യാൻ അവകാശമുണ്ടോ എന്ന ചോദ്യം തിരിച്ചു ചോദിച്ചുകൊണ്ട് ഗ്രാമീണരിൽ ഒരു പുതുബോധം സൃഷ്ടിക്കാൻ സ്ത്രീ നീതി സമിതി കടന്നു വന്നു. അതായിരുന്നു എല്ലാത്തിൻ്റെയും വഴിത്തിരിവും. അന്നാ സംഭവം വാർത്തയായ ശേഷം നാട്ടുകാർ ചേർന്ന് അവളുടെ വീട്ടുകാരെ ഒറ്റപ്പെടുത്തി. കൂലിപ്പണിക്കാരായ കുടുംബത്തെ പണിക്ക് വിളിക്കാതെ അവരെ കുറ്റവാളികളെ പോലെ കാണാൻ തുടങ്ങിയ നാട്ടുകാർ കേരളത്തിലെ അന്നത്തെ പൊതുബോധത്തിന്റെ പ്രതീകമായിരുന്നു. ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ഇരയാകുന്നതോടെ അവളുടെ മാനവും കുടുംബത്തിന്റെ മാനവും നാടിന്റെ മാനവും നഷ്ടപ്പെടുന്നു എന്നായിരുന്നു അന്നത്തെ പൊതുവിചാരം. എന്നാൽ അതേ നാട്ടുകാർ പിന്നീട് അവളുടെ നീതിക്ക് വേണ്ടി സംഘടിച്ചു. വീട് വീടാന്തരം കയറി സ്ത്രീ നീതി സമിതി പ്രവർത്തകർ നടത്തിയ ക്യാമ്പയിനിന്റെ ഫലമായിരുന്നു അത്. പീഡനത്തിനിരയായ സ്ത്രീയുടെ പരാതിയിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്ത്രീ നീതി സമിതി രൂപം കൊള്ളുന്നത്. അതിന്റെ അന്നത്തെ കൺവീനർ വസ്തുതാന്വേഷണവുമായി ബദറുന്നീസയും സുഹൃത്തുക്കളും കാസർഗോഡിന്റെ ഉൾനാടൻ ഗ്രാമമായിരുന്ന കൊല്ലാടയിൽ ആദ്യം എത്തിയപ്പോൾ പീഡിതയ്ക്ക് അനുകൂലമായിരുന്നില്ല ഗ്രാമവാസികൾ ആരും. 30 കൊല്ലം മുമ്പത്തെ കേരളത്തിന്റെ പൊതുബോധമായിരുന്നു എന്നോർക്കണം. ബലാത്സംഗത്തിനിരയാവുക എന്നാൽ അന്ന് സദാചാര ലംഘനത്തിൽ അവൾ പങ്കാളിയാണ് എന്ന തരത്തിലായിരുന്നു. പ്രത്യേകിച്ച് അത് ചെയ്ത ആ മൃഗങ്ങളെക്കാൾ അപമാനഭാരവും കുറ്റങ്ങളും ചുമക്കേണ്ടി വരുന്നത് അതിജീവിതയാകപ്പെട്ടവൾക്കായിരിക്കും. ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവർക്ക് ഇന്നാണ് അതിജീവിത എന്ന പേര് പോലും നൽകുന്നതും. 90കളിൽ അവരെ പിഴച്ചവളെന്നും വേശ്യയെന്നും മേൽവിലാസം നൽകി കുറ്റം ചാർത്തും. അതായിരുന്നു അന്നത്തെ കാലഘട്ടം. പിഴച്ചവളെ അന്വേഷിച്ച് ഗ്രാമത്തിന് പുറത്തുനിന്ന് വന്ന പെണ്ണുങ്ങൾക്ക് വീട് കണ്ടുപിടിക്കാൻ വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. പത്രത്തിൽ വന്ന വാർത്ത നാടിന് കളങ്കമുണ്ടാക്കി എന്നായിരുന്നു ചിലരുടെ കാഴ്ചപ്പാട്. നാട്ടുകാരെ ബോധ്യപ്പെടുത്തി അവരെ കൂടി ഉൾപ്പെടുത്തി അതുവരെയുണ്ടായിരുന്ന ആക്ഷൻ കമ്മിറ്റിയെ സ്ത്രീനീതി സമിതിയാക്കി മാറ്റി. ഇതൊരു ഗ്രാമത്തിന്റെ മാനക്കേടിന്റെ വിഷയമല്ലെന്നും കൂട്ടത്തിലൊരു സ്ത്രീക്ക് നേരെ നടന്ന ലൈംഗിക അതിക്രമമാണെന്നും അവളുടെ നീതിക്ക് വേണ്ടി ഒന്നിക്കണമെന്നും തിരിച്ചറിഞ്ഞ ധാരാളം പേർ സ്ത്രീനിധി സമിതിയോടൊപ്പം ചേർന്നു. 1996 ഓഗസ്റ്റ് 11 അതായിരുന്നു കേരള ചരിത്രത്തിൽ ആ പുതിയ സമരമുറ തുന്നിച്ചേർക്കപ്പെട്ട ദിനം. ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ അടുക്കളപ്പണി മുടക്കാനും കൊല്ലാട SNDP ഹാളിൽ സ്വാഭിമാന സമ്മേളനം നടത്താനും അവർ തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ സ്ത്രീകൾ ഒത്തുകൂടി പണിമുടക്ക് പ്രഖ്യാപനം നടത്തി. പിന്നീട് നടന്നത് ചിട്ടയായ സമരപ്രചരണമായിരുന്നു. അടുക്കള തൊഴിലാളികൾ വീട് വീടാന്തരം കയറിയിറങ്ങി അടുക്കള പണിമുടക്കിന് ആഹ്വാനം നടത്തി. രാവിലെ 6 മണിയോടെ ഗ്രാമത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകൾ വീട്ടിൽ നിന്നിറങ്ങി സമര വിളംബര ജാഥകൾ നടത്തി. ഒരു തൊഴിലാളി സമരത്തിന്റെ പ്രതീതി തന്നെയായിരുന്നു സ്ത്രീകളിൽ.
സമ്മേളന സ്ഥലത്തിന് പുറത്ത് പുരുഷന്മാർ പണിമുടക്കിയ തൊഴിലാളികൾക്ക് വേണ്ടി ഭക്ഷണമൊരുക്കി. അത്തരമൊരു സമര മാതൃകയും ഗ്രാമത്തിന്റെ നീതിബോധവും രാജ്യത്ത് മറ്റെവിടെയും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ അവരുടെ കൂട്ടായ ശ്രമം വിജയം കണ്ടു. ആ അടുക്കള പണിമുടക്ക് ലക്ഷ്യത്തിലെത്തി. വളരെ ശക്തമായ രീതിയിൽ കേസിന്റെ പുനരന്വേഷണം നടന്നു. സ്വന്തം ഭർത്താവ് തന്നെ പണം വാങ്ങി ഭാര്യയെ ബലാത്സംഗത്തിന് ഇരയാക്കിയതാണെന്ന അന്വേഷണത്തിൽ തെളിഞ്ഞു. അവളെ ബലാത്സംഗം ചെയ്ത അഞ്ചാമൻ അവളുടെ ഭർത്താവ് തന്നെയായിരുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യവും വെളിപ്പെടുത്തി. ഭർത്താവടക്കം 5 പ്രതികൾ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടു. സത്യത്തിൽ അടുക്കളയെ ഒരു രാഷ്ട്രീയ പ്രതീകമായി ഉപയോഗിക്കുകയായിരുന്നു കൊല്ലാട ഗ്രാമത്തിലെ സ്ത്രീകൾ. അധ്വാനത്തിന്റെ യാതൊരു മൂല്യവും അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിലും സ്ത്രീകളുടെ ഗാർഹികാധ്വാനം ഒരു തൊഴിലാണെന്നും അടുക്കള ഒരു തൊഴിലിടമാണെന്നും പണിമുടക്കിയ ഒരു ദിവസമെങ്കിലും സ്ത്രീകൾ കേരള സമൂഹത്തെ ഓർമ്മിപ്പിച്ചു. ലിംഗനീതിക്കായി ഒരു മാതൃകാ സമരമുറയായി സ്ത്രീകൾക്ക് ഏറ്റെടുക്കാവുന്ന ഒന്നാണ് അടുക്കള പണിമുടക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ.